SMA രോഗികൾക്ക് 25 വയസ്സ് വരെ മരുന്ന് സൗജന്യം. കേരളത്തിൽ SMA രോഗത്തിനുള്ള മരുന്ന് 25 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് സൗജന്യമായി നൽകും. അപൂർവ രോഗസംരക്ഷണ പദ്ധതിയായ കെയറിന്റെ ഭാഗമായാണ് വില കൂടിയ റിസ്ഡിപ്ല മരുന്ന് സൗജന്യമായി സംസ്ഥാനം അനുവദിക്കുന്നത്. നേരത്തെ 12 വയസ്സ് വരെ നൽകിയിരുന്ന മരുന്നാണ് 25 വയസ്സ് വരെ ഉള്ളവരിലേക്ക് വ്യാപിപ്പിച്ചത്. ജനിതക പരിശോധനയിലൂടെ SMA ടൈപ്പ് 2 സ്ഥിരീകരിച്ച രോഗികളെയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. രോഗികളും അവരുടെ കൂട്ടായ്മകളും ദീർഘകാലമായി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ തീരുമാനം. ഇതിനായി കഴിഞ്ഞ ബഡ്ജറ്റിൽ 30 കോടി രൂപ പ്രത്യേകമായി വകയിരുത്തിയിരുന്നു. ഇതോടെ കേരളത്തിൽ SMA സ്ഥിരീകരിച്ച രോഗികളിൽ 80% പേർക്ക് സൗജന്യ മരുന്ന് ലഭ്യമാകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അപൂർവ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ അതീവ ചെലവേറിയതും ദീർഘകാല പിന്തുണ ആവശ്യമുള്ളതുമാണ്. ഇത് പരിഹരിക്കാനായാണ് 2024 അപൂർവ രോഗചികിത്സയ്ക്കുള്ള സമഗ്ര പരിചരണ പദ്ധതി കെയർ ആവിഷ്കരിച്ചത്. ഈ പദ്ധതിയിലൂടെ നിരവധി കുട്ടികൾക്ക് സൗജന്യ ചികിത്സയും തുടർച്ചയായ പിന്തുണയും നൽകി വരുന്നു. ഇപ്പോഴത്തെ തീരുമാനം വഴി യുവജനങ്ങളെയും ചികിത്സാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതോടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കാനും സാധിക്കും. രോഗികളുടെ ജനിതക പരിശോധനയും വിദഗ്ധ സമിതിയുടെ ശുപാർശയും അടിസ്ഥാനമാക്കിയാകും മരുന്ന് വിതരണം നടത്തുക. ജനിച്ച് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ പേശി ദുർബലതയും ചലനശേഷി നഷ്ടപ്പെടലും സംഭവിച്ച് മരണത്തിലേക്കോ ആയുഷ്കാല കിടപ്പിലേക്കോ നയിക്കപ്പെട്ടേക്കാവുന്ന 100-ലധികം കുട്ടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ സമഗ്ര ആരോഗ്യ ഇടപെടലിലൂടെ വളർച്ചയുടെ പടവുകൾ മെല്ലെ കയറുന്നത്. ജീവൻ രക്ഷിക്കുന്ന ചികിത്സ സാമ്പത്തിക ശേഷിയോട് ബന്ധിപ്പിക്കപ്പെടരുതെന്നാണ് കേരളത്തിൻ്റെ നിലപാട്. 2022 ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സംസ്ഥാനം SMA രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്ന് വിതരണവും ഉറപ്പാക്കിയത്. ഇതിൻ്റെ ഒരു സാക്ഷാത്കാരം കൂടിയാണ് ഈ തീരുമാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു.